എറണാകുളം പെരുമ്പാവൂരിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട വിദ്യാർത്ഥി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് അപകടമുണ്ടായത്. എബിൻ ജോസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. വിവരങ്ങൾ എന്താണ് എബിൻ? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെരുമ്പാവൂർ മെക്ക യു പി സ്കൂളിലെ ബസ്സിന് മുന്നിൽ ഈ കുട്ടി പെടുന്നത്. അതായത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങും വഴി ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൻ്റെ മുന്നിൽ കൂടി പോകുമ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ കുട്ടികളെ ശ്രദ്ധിക്കാതെ ഡ്രൈവർ വാഹനം മുന്നോട്ടെടുത്തതാണ് അപകടത്തിൻ്റെ കാരണമെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. ഈ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ നിസ്സാര വകുപ്പുകളാണ് ചുമത്തിയത് എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അത്ഭുതകരമായി വിദ്യാർത്ഥി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടമുണ്ടായത്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വിദ്യാർത്ഥികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ്സിൻ്റെ മുന്നോട്ട് വരുന്നു. ആ സമയത്ത് ബസ് മുന്നോട്ടെടുക്കുകയും കുട്ടി ഇതിനടിയിൽ പെടുകയുമായിരുന്നു. ഏതായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത് എങ്കിൽ പോലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. റിജിത്ത്, എബിൻ, പരിക്കുകളൊന്നുമില്ലാതെ കുട്ടി രക്ഷപ്പെട്ടു, അങ്ങനെയല്ലേ എബിൻ? കുട്ടിക്ക് നിസ്സാരമായ പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. രജിത്ത്, ശരി. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ അപകടമുണ്ടായത്. എറണാകുളം പെരുമ്പാവൂരിലാണ് സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.